അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിബിതങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം ഒരാൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, മൻ ഹഖ്ഖുൻ നാസ് ബിൽ ഹുസ്ന സഹാബത്തി ഖാല ഉമ്മുക ഖാല സുമ്മ മൻ ഖാല ഉമ്മുക ഖാല സുമ്മ മൻ ഖാല ഉമ്മുക ഖാല സുമ്മ മൻ ഖാല അബൂക. നിബിതങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, ഓ എന്റെ റസൂലേ, ഞാൻ ഈ ലോകത്തിൽ ആരെയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത്? അപ്പോൾ നിബിതങ്ങൾ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ് നീ സ്നേഹിക്കേണ്ടത്. എന്നിട്ട് ചോദിക്കുന്നു, പിന്നെ ആരാണ് നബിയെ? പിന്നെയും ഉമ്മയാണ്. പിന്നെ ആരാണ് നബിയെ? പിന്നെയും ഉമ്മയാണ്. പിന്നെ ആരാണ് നബിയെ? പിന്നെയാണ് ഉപ്പ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 3 പ്രാവശ്യം നബി ഉമ്മയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും ഉമ്മക്ക് എത്രത്തോളം മഹത്വമുണ്ടെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് പോയി പറയും, ഓ എന്റെ അല്ലാഹ്, ഞാൻ ഈ ലോകത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയോട് ചോദിക്കും, ഓ കുട്ടിയെ, നീ എന്തിനാണ് ഈ ലോകത്തിലേക്ക് പോകുന്നില്ല? അപ്പോൾ ആ കുട്ടി പറയും, ഞാൻ ഈ ലോകത്തിലേക്ക് പോയാൽ എന്നെ സ്നേഹിക്കാനും എന്നെ പോറ്റി വളർത്താനും ഇവിടെ ആരാണുള്ളത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിന്നെ പോറ്റി വളർത്താനും നിന്നെ സ്നേഹിക്കാനും ഈ ലോകത്തിൽ ഒരാളുണ്ട്. ആരാ നീ ഈ ലോകത്തിൽ ഉമ്മ എന്ന് പറയുന്നു? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല നിങ്ങളുടെ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.